തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് അവർ പ്രധാനമായും ഉന്നം വെക്കുന്നത് ഇറാന്റെ പരമാവധി അവരുടെ ന്യൂക്ലിയർ ആയുധശേഷി അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനെ തടയുക എന്നുള്ള പരിശ്രമം തന്നെയാണ്. അതിനകത്ത് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടകം തന്നെ പരോക്ഷമായി അവർ ഈ യുദ്ധത്തിൽ ബന്ധപ്പെട്ടു എന്ന് പറയാൻ കാരണം ഇടയ്ക്ക് അവര് ഈ ഇറാൻ ഉപയോഗിച്ച പല ബാലിസ്റ്റിക് മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ദക്ഷിണ ചൈന കടലിലായിരുന്ന US വ്യോമവാഹിനി കപ്പൽ, അതായത് USS നിമിറ്റ്സ് ഏതാണ്ട് മധ്യപൂർവ്വ മേഖലയിലേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില മൂവ്മെന്റുകൾ അമേരിക്ക നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ശക്തമായ പിന്തുണ ഇസ്രായേലിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യുദ്ധം ഉടനെ അവസാനിക്കുമോ എന്നുള്ളത്. നമ്മൾ അപ്പോഴൊക്കെ വിലയിരുത്തിയ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഈ യുദ്ധത്തിന്റെ അവസാനം ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായി വരും, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതായി വരും. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ യുദ്ധം കൂടുതൽ ശക്തമായി മാറാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇറാൻ അധികം നാൾ ഇസ്രായേലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആയുധങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെ അവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെ എടുത്ത് അവര് തുടക്കത്തിൽ തന്നെ പ്രയോഗിക്കുന്ന ഒരു നമുക്കങ്ങനെ എടുത്തു പറയാൻ പറ്റുമോ? കാരണം ഇറാനെ സംബന്ധിച്ച് ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. മാത്രമല്ല സ്വയം നിർമ്മിച്ച ആയുധങ്ങളൊക്കെ മാത്രമായിട്ടാണ് അവരുടെ ഒരു സൈന്യം. അതാണ് ഇറാന്റെ പ്രധാന കരുത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നെത്തിയ അല്ലെങ്കിൽ റഷ്യയുമായി കൈകോർക്കുമ്പോൾ അവിടെ തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചറിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ലേ? അപ്പോൾ അമേരിക്ക പോലും ഭയക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? ഇല്ല, റഷ്യയും ചൈനയും പ്രത്യക്ഷത്തിൽ ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഒരു തീരാ തലവേദനയായി ശക്തമായി നമുക്കറിയാലോ, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് മാറി അതിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ളതാണ് പരോക്ഷമായി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇപ്പൊ ചൈന ആയാലും റഷ്യ ആയാലും ഈ യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ ഇറാനെ സഹായിച്ചുകൊണ്ട് യുദ്ധമുന്നണിയിൽ അണിനിരക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പരോക്ഷമായ ചില സഹായങ്ങളൊക്കെ കൊടുത്തേക്കാം, പക്ഷെ പ്രത്യക്ഷത്തിൽ അവർക്ക് അങ്ങനെ പങ്കാളിയാകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അവരതിന്റെ കരുത്ത് കാട്ടണമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. റഷ്യയുടെ ഒരു സൈനിക താവളം വരണമെന്നൊരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹം ഇറാൻ ഭരണകൂടം അത് മുന്നോട്ട് വെച്ചു കഴിഞ്ഞല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും ഇറാൻ പല ആവർത്തി റഷ്യയോടും ഇതര രാജ്യങ്ങളോടും പിന്തുണ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. തങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കണമെന്നും പോരാടണമെന്നും പറഞ്ഞു. പക്ഷെ ഇക്കാര്യത്തിലൊക്കെ അവർ അങ്ങനെ ഒരു നിലപാട് ഇതിനോടകം സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ശക്തമായി ഇപ്പോഴും പറയുന്നത് പിന്തുണയൊക്കെ നൽകുന്നുണ്ട്, പക്ഷെ അവർ യുദ്ധമുഖത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര തരത്തിൽ അങ്ങനെ ഒരു പിന്തുണ ഇറാന് നൽകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ യുദ്ധമുഖത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം പരോക്ഷമായെങ്കിലും റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ കിട്ടുന്ന ഒരു സഹായം വലിയൊരു കാര്യമാണ്. പക്ഷേ അതൊക്കെ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കത്തക്ക വണ്ണം ഉള്ളൊരു ശേഷി ഇറാന് നൽകുന്ന തരത്തിലുള്ള ഏതെങ്കിലും സഹായങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ അവരുടെ സംഭരണ ശേഷിയിൽ നിന്നും അവരുടെ കരുത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബാലിസ്റ്റിക് മിസൈലിന്റെ ഒക്കെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അവർക്ക് ഒരു മാസം ഏതാണ്ട് 50 എണ്ണമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും വേണ്ടത്ര തരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഇപ്പോഴും ഇറാന് ഇസ്രായേലിന് മുന്നിൽ ഉണ്ട് എന്ന് കരുതുന്നില്ല. തുടക്കത്തിൽ ശക്തമായ തിരിച്ചടി എടുത്തുകൊണ്ട് ഇതിനൊരു സമാധാനം കാണുക എന്നുള്ളതായിരുന്നു ഇറാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണം ഇതിനോടകം തന്നെ ഒന്ന് കണക്കെടുത്ത് നോക്കൂ. ഏതാണ്ട് ഇസ്രായേലിൽ 24ഓളം പേര് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഔദ്യോഗികമായി തന്നെ ഇറാൻ പറയുന്നത് 226 പേര് മരിച്ചിട്ടുണ്ട് ഇറാനിൽ എന്നാണ്. പക്ഷേ അതല്ലാത്ത ഉദാഹരണത്തിന് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന സംഘടന നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അവിടെ 406ലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോ കനത്ത നഷ്ടം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല പല സ്ഥലങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ രണ്ടുപേരും ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ശക്തമായി ഇതൊക്കെ ഇമ്പാക്ട് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലാണ്.
ഇപ്പം ഹിസ്ബുള്ള ആയാലും അതുപോലുള്ള ഗ്രൂപ്പുകളെയൊക്കെ പരമാവധി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഇറാൻ ഈ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതിനെ തടയിടുന്നതിന് വേണ്ടി ശക്തമായി ഈ നിലപാടെടുക്കുന്ന ഇസ്രായേലിന് തീർച്ചയായിട്ടും പരിപൂർണമായ പിന്തുണയായിരിക്കും US ഉൾപ്പെടെ. കാരണം അവരുടെ സൈനിക സന്നാഹങ്ങൾ ഇതിനോടകം തന്നെ വാഷിംഗ്ടൺ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധത്തിൽ അതായത് ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്, അമേരിക്കൻ സൈന്യം ഇടപെട്ടിട്ടുണ്ടെന്നൊരു വാർത്ത അവർ നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. അതിന്റെ അർത്ഥം പ്രത്യക്ഷത്തിൽ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിലും ഇറാനെ തടയിടുന്നതിന് വേണ്ടി ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് യുദ്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണെങ്കിൽ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക തങ്ങളുടെ യുദ്ധ കപ്പലടക്കം മാറ്റുന്ന ഒരു മധ്യപൂർവ്വ മേഖലയിലേക്ക് നീങ്ങുന്ന ഒരു വാർത്തയാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പരോക്ഷമായി മാത്രമേ ഈ യുദ്ധത്തിൽ, കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ യുദ്ധങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇത്തരം അതായത് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളെ ഒഴിച്ചാൽ മറ്റു രാജ്യങ്ങൾ പരോക്ഷമായി മാത്രമേ ഇടപെടൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെയും ഞാൻ കാണുന്നത് ഒരു ഒരു പരോക്ഷമായ ഒരു പിന്തുണയായിരിക്കും ഇറാന് നൽകുക, അല്ല പ്രത്യക്ഷത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് യുദ്ധരംഗത്തേക്ക് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ വരാനുള്ള ഒരു സാധ്യത 1% പോലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.